സീക്രട്ട് അണ്ണൻ യൂട്യൂബിൽ ഏകദേശം 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു പുള്ളിയാണ്. അദ്ദേഹം ഈ കാന്തപുരം ഉസ്താദിന്റെ മെഗ് 7 ബന്ധപ്പെട്ട വിവാദത്തിൽ ഏകദേശം 3/4 മണിക്കൂറോളമുള്ള വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആളുകളും മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ ആ കമന്റ് സെക്ഷൻ ഒന്ന് നോക്കിയപ്പോൾ പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടു. പലരും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലിക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് വീഡിയോ തന്നെ ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോ ഫസ്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹം വീഡിയോ തുടങ്ങുന്നത് തന്നെ എനിക്ക് മതമില്ല, ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ട് പറയാൻ കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, നമുക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമുക്ക് ആ വിഷയങ്ങളൊന്നും ഇല്ലടേ. അല്ല, ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം, ഈ മതവും ജാതിയും ഒന്നും ഇല്ലാത്തവൻ എന്തിനാണ് വെറുതെ ഇസ്ലാമിന്റെ പിന്നാലെ കൂടുന്നത്? പണ്ഡിതന്മാർ അഭിപ്രായം പറയുമ്പോൾ മതവും ജാതിയും ഒന്നും ഇല്ലാത്തവന് ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇവർക്ക് പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് പണം തന്നെയാണ്. അപ്പോ മുസ്ലിയാക്കന്മാരെ, പണ്ഡിതന്മാരെ യൂട്യൂബിലൂടെ വലിച്ചിഴച്ചാൽ അത് കൂടുതൽ പബ്ലിസിറ്റിക്കും കൂടുതൽ ആളുകൾ ഏറ്റെടുക്കാനും അതിലൂടെ പണം നേടാനൊക്കെ ഒരു പക്ഷേ വഴികൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ മതവും ജാതിയും ഒന്നും ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ വീഡിയോ തുടങ്ങുമോ? ഇല്ല, ഒരു സാധാരണ ആളുകൾ ഇങ്ങനെ തുടങ്ങാൻ സാധ്യതയില്ല. അപ്പൊ തുടങ്ങി വെക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് അങ്ങോട്ട് കാന്തപുരം ഉസ്താദിനും മെഗ് 7 അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിലെ പണ്ഡിതന്മാരെ മൊത്തത്തിൽ അവഹേളിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഇടക്ക് പുള്ളി ചൂടാവണൊക്കെ ഉണ്ട്. ആരോടാ ചൂടാവെന്ന് അറിയില്ല. ഈ മതവും ജാതിയും ഒന്നും ഇല്ലാത്തവന് എന്തിനാണ് പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞതിന് അതിന് പിന്നിലൊക്കെ ചൂടാവാൻ നിൽക്കുന്ന പല ഫത്വകളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഇത് ഇസ്ലാമിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഞാൻ അദ്ദേഹം പറയുന്നത് 44 മിനിറ്റും ഫുള്ള് ഇസ്ലാം വിരോധം അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ ഒന്നും അറിയാതെ അങ്ങോട്ട് വീഡിയോ ഓണാക്കാൻ സംസാരിക്കുക തന്നെ. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ മാത്രം, ഇത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വിശ്വസിക്കരുത്. അതിലുള്ള ചില കാര്യങ്ങൾ, ചിലതൊന്നും നിങ്ങൾക്ക് മുന്നിൽ പറയാൻ തന്നെ അറപ്പ് തോന്നിക്കുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും. അറുപ്പുള്ള പ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്കെതിരെ പറയുന്ന ചില വാക്കുകളൊന്നും ഒരു പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് അത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത്തരത്തിലുള്ളതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങളിലെ ആണും പെണ്ണും ഇടകലരുന്നതിനെതിരെയുള്ള ഒരു പ്രസ്താവനയാണ്. ആദ്യം ഇനി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ വിഷയം വേറൊന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്, സ്ത്രീ പുരുഷൻ, നോ നോ എന്നുള്ളത് മുസ്ലിമിനെതിരാണ്, ഇസ്ലാമിനെതിരാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത് കേട്ടാ തോന്നും ഇസ്ലാമില് സ്ത്രീയെ എന്തോ വലിയ ഭീകര ജീവി പോലെയാണ് കാണുന്നത് എന്ന്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇടകലരുന്ന വിഷയത്തിൽ മാത്രമാണ്. സഹോ, ഈ കുടുംബത്തില് പെങ്ങളും ഉമ്മയും ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് കഴിയുന്നത്. അല്ലാതെ ഓരോ മുസ്ലിം വീട്ടിലൊന്നും അവിടെ മറ, വീട്ടിന്റെ ഉള്ളിൽ മറ, അടുക്കളയിൽ മറ, അങ്ങനൊന്നുമില്ല. അന്യ പുരുഷന്മാര്, അന്യ സ്ത്രീകള്, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ അഴിച്ചിട്ടതിന്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വേറെ രാജ്യങ്ങളിലേക്കൊന്നും പോട്ടെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വഴിയിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഈ ഒരു പൊതു ഇടങ്ങളിലേക്ക് പോകരുത് എന്നതൊന്നുമല്ല അവിടെയുള്ള വിഷയം. പോകുമ്പോൾ ഇടകലരരുത് എന്നുള്ള ഒരു മതനിയമം, അത് ഇസ്ലാമിന്റെ നിയമമാണ്, അതെല്ലാവരും അംഗീകരിക്കണം, അത് അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞതും അദ്ദേഹത്തിന്റെ അനുയായികളോടാണ്. ഒരു പണ്ഡിതന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് തന്റെ അനുയായികളെ നല്ല നിലയിലേക്ക്, നേർമാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പണ്ഡിത ധർമ്മമാണ് അദ്ദേഹം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ ക്രിമിക്കടി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോ ഒന്നാമത്തെ പ്രസ്ഥാനം നിങ്ങൾ കേട്ടല്ലോ. ഇതിന് ഒന്നും അടിസ്ഥാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയാ, അതാണ് ഇപ്പോ ഇതിന്റെ ആകെ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊരു പ്രസ്താവന എന്താന്ന് നോക്കാം.
ഇതിൽ കുറേ മതപണ്ഡിതന്മാർ ഈ നാട്ടിൽ. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഈ മതപണ്ഡിതന്മാരൊക്കെ എന്നിട്ട് ഫ്രീ ആയിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നത്? ഈ മതം എന്ന് പറഞ്ഞാൽ തന്നെ പ്യുവർ ബിസിനസ് അല്ലേ ഇടേ? അതെ, മതപണ്ഡിതന്മാര് മത ബിസിനസ്സിലൂടെ ആണ് മതം വളർത്തുന്നത്, മതം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെയാണ്. ഈ ഈ ഒരു വ്യക്തി ശരിക്കും ആക്ഷേപിക്കുന്നത് ഈ ഒരു മതത്തിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒന്നടങ്കാണ്. ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ മതത്തിലും ജാതിയിലും ഒന്നും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില നല്ല സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും കിട്ടാതെ പോകുന്നുണ്ടാവും. എന്നതിന്റെ പേരിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ എന്തിനാണ് വെറുതെ ഈ പണ്ഡിതന്മാരുടെ മേലിൽ മെക്കെട്ട് കയറുന്നത്? എവിടെയെങ്കിലും ബിസിനസ് ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് മതപണ്ഡിതന്മാര് എല്ലാവരും ഒരുപോലെയാണെന്ന് നമുക്കൊരിക്കലും ഏത് വിഷയത്തിലും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതൊന്നും ഒരിക്കലും ശരിയല്ല. ഓക്കെ, അപ്പോൾ മതപണ്ഡിതന്മാർ ഒരിക്കലും ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ, ഈ ഒരു മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ 3000 to 4000 തൊട്ട് ഏകദേശം ഒരു പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു സാലറി എന്ന് പറയുന്നത് പോലും 15,000 താഴെ, അങ്ങനെയൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള സാലറിക്കാണ് പലരും ജോലി ചെയ്യുന്നത്. ഇതൊരിക്കലും ബിസിനസ് അല്ല. ബിസിനസ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പണി നടക്കൂല. ഓനക്ക് വേറെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് വലിയ ജോലികളൊക്കെ അന്വേഷിച്ച് പോകാം. അപ്പോൾ ഒരിക്കലും ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല പണ്ഡിതന്മാർ ഇവിടെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സഹോദര സമുദായത്തിൽ മുസ്ലിം ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും മറ്റുള്ള മതത്തിലെ പുരോഹിതന്മാരോടും ഇനി ഏത് സ്വാമിമാർ ആരായിരിക്കട്ടെ അവരോടൊക്കെ പരസ്പരം ഒന്ന് സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നികത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഈ പറയുന്ന ഉസ്താദെ, നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ബസ്സിലും അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലിറങ്ങുന്ന സമയത്ത് ഈ അന്യപുരുഷനും സ്ത്രീയും എന്നൊക്കെ പറഞ്ഞ സാധനം കോൺസെപ്റ്റ് തലയിൽ വെച്ച് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യോ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വേറൊരു അന്യ സ്ത്രീ ഇല്ല എന്നുള്ളത്? അല്ലെങ്കിൽ ഇനി ഒരു അന്യ സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് നിങ്ങളെ മുണ്ടും പൊക്കി ഓടുവോ? സ്ത്രീനഹി എന്ന് പറഞ്ഞിട്ട് പായോ നിങ്ങൾ? ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേ ഞാൻ ആലോചിച്ചു പോകുന്നത്, 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ഈ ചെറിയ കുട്ടികൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം. അപ്പോൾ അതിൽ പറയുന്നത്, കാന്തപ്രസാദ്, നിങ്ങളിപ്പോൾ ബസ്സിലൂടെ യാത്ര ചെയ്യാണ്, ആ സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് സ്ത്രീകൾ വരരുത്, സ്ത്രീകൾ 1 കിലോമീറ്റർ മാറി നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറയാനാകുമോ എന്നതൊക്കെയാണ് ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇത്ര പറയാനുള്ളൂ. അതായത് മതനിയമങ്ങൾ പൊതുസമൂഹത്തിൽ നമ്മൾ അത് നടപ്പിൽ വരുത്തുമ്പോൾ, അത് വ്യക്തി ജീവിതത്തിലാകട്ടെ സാമൂഹിക ജീവിതത്തിലാകട്ടെ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ, മറ്റുള്ള സഹോദര സമുദായങ്ങൾക്കൊന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതിനത്രം പറഞ്ഞാൽ മതി. അല്ല ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് ഈ ഒരു ഇസ്ലാം മതത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ വിശദീകരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഉസ്താദ് ബസ്സിൽ കയറുമ്പോൾ 1 കിലോമീറ്റർ പെണ്ണുങ്ങൾ അപ്പുറത്ത് നിൽക്കുക, സ്ത്രീകൾ മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ശരിക്കും മറുപടി അർഹിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ, മതം വിറ്റുണ്ടാക്കുന്ന കാശിൽ ഇവിടുത്തെ ഓരോ മത നേതാക്കന്മാരും സാധാരണക്കാരനായ മതം വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക് ലക്ഷറി ലൈഫ് വേണ്ട എന്നുള്ള രീതിക്കാണ് നിങ്ങൾ മതം വിൽക്കുന്ന മതത്തിന്റെ ആളുകളായിട്ട് ഓരോ ഉസ്താദുമാരും. അണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ, ആരോടാണ് ഇപ്പോൾ ഇത് ചൂടാവുന്നതെന്ന് മനസ്സിലായില്ല. ഈ ഉസ്താദുമാരും പണ്ഡിതന്മാരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുകയാണ്. അവര് ക്യാഷ് ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിച്ചൂടെ? ഇവിടെയുള്ള മതത്തിൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരിമാർക്ക് അവർക്ക് അന്നം കൊടുത്തൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സഹോദര, ഓരോ പ്രദേശത്തും ഓരോ ഗ്രാമത്തിലുള്ള ഒരു മുസ്ലിം എന്ന് മാത്രമല്ല, സഹോദര സമുദായത്തിലുള്ളവർക്ക് വരെ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമുദായിക സംഘടനകളുണ്ട്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും
മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനൊന്നും ഉപദേശിക്കാൻ തൽക്കാലം വരേണ്ട ആവശ്യമില്ല. അതിന് തന്നെ ഇവിടെ മതപണ്ഡിതന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഒരു നാട്ടിൽ വീട് വെച്ച് പാവപ്പെട്ടവരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരു പ്രദേശത്തെ ആളുകൾക്ക് വരെ വീട് സൗജന്യമായിട്ട് നിർമ്മിച്ച് നൽകുന്ന നാടാണ്, സാമുദായിക സംഘടനകളുള്ളവരാണ് നമ്മുടെ നാട്. അപ്പോൾ ഇവിടെ ഈ ഒരു കേരളത്തിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഏതോ നൂറ്റാണ്ടിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി ഒന്ന് നോക്കാം. ഞാൻ നോക്കുന്ന സമയത്ത് ഓരോ ഉസ്താദുമാരും BMW, ബെൻസ്, ലെക്സസ്, പോർഷെ അങ്ങനെയാ പോകുന്നത്. വീടൊക്കെ കാണാൻ ഞെട്ടും മനുഷ്യന്മാര്. ഇല്ലാത്തവരുണ്ട്, പക്ഷെ വലിയൊരു മെജോറിറ്റി ഉണ്ട്. എൻ്റെ മോനെ ഇടുന്ന ചെരുപ്പ് വിക്കിൻ സ്റ്റോക്ക് മുതൽ മോളിക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ടോമിന്റെ കണ്ണാട. ഓക്കെ, ഇതിൽ നമ്മുടെ അണ്ണനുള്ള ക്രിമിക്കടി എന്താ വെച്ചാൽ ഉസ്താദുമാർ ബെൻസ് ഉപയോഗിക്കുന്നതാണ്, നല്ല ചെരുപ്പ് ഉപയോഗിക്കുന്നവരാണ്, നല്ല ഷർട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇസ്ലാം തന്നെ പറയുന്നത് വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നതാണ് ഒരു മതമാണ്. അപ്പോൾ അവിടെ കഴിവുള്ളവന് അവൻ്റെ കഴിവിനനുസരിച്ച് ദൂർത്തില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും മൂല്യന്മാർക്ക് ഉസ്താദുമാർക്ക് ബെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും ഈ ഒരു ഉസ്താദുമാരുടെ പവർ കൊണ്ടൊന്നും അല്ല. ഓരോ മഹലിൽ ജോലി ചെയ്യുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ആ നാട്ടിലുള്ള ആളുകളായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും സഹായിച്ചിട്ട് വീട് വെച്ച് കൊടുത്തതും കാറ് വാങ്ങിച്ചിട്ട് കൊടുത്തതും എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകിയത്. അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ സ്നേഹം കൊണ്ട് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം കാന്തപുരം ഉസ്താദിനെ ആയുധമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യുക, ചളി വാരി തേക്കുന്ന ഒരു ഏർപ്പാടാണ് താങ്കൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കുള്ള മറുപടിയൊക്കെ അതിലുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കരുതേ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ചില കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞ ചിലതിനൊന്നും മറുപടി ഇല്ല, അറിയിക്കുന്നില്ല, ചിലതൊന്നും പുറത്തു വിടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഒന്ന് കേട്ടു നോക്കോണ്ട് കേട്ടോ താങ്കളുടെ 44 മിനിറ്റുള്ള ആ ഒരു വീഡിയോ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.